കൊല്ലം സ്വദേശിനി അതുല്യ ഷാർജയിൽ മരിച്ച സംഭവത്തിൽ ഭർത്താവ് സതീഷിന് പരമാവധി ശിക്ഷ നൽകണമെന്ന് അതുല്യയുടെ അച്ഛൻ എസ് രാജശേഖരൻ പിള്ള. സതീഷിന് ജില്ലാ കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിൽ അതിയായ വിഷമമുണ്ട്. തുടർ നടപടികൾ നിയമവിദഗ്ധരുമായി ആലോചിക്കുമെന്നും എസ് രാജശേഖരൻ പിള്ള ജനം ടിവിയോട് പറഞ്ഞു. കൊല്ലം ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് അതുല്യയുടെ ഭർത്താവായ സതീഷ് നാട്ടിലേക്ക് എത്തുന്നത്. തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച് പോലീസ് പിടികൂടിയെങ്കിലും നിബന്ധനകളോടെ പുറത്തിറങ്ങാം. അതേസമയം അതുല്യയുടെ മരണം കൊലപാതകമാണെന്ന് തന്നെ കുടുംബം ആരോപിക്കുന്നു. അവനൊരു കൊലപാതകയാണ്. ഒരു കാരണവശാലും അവന് ജാമ്യം കൊടുക്കരുതെന്നാണ് കിട്ടത്തില്ലെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഈ കേസിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പം നമ്മുടെ കേരള പോലീസ് ഉണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ടുള്ള. അവർ എന്താണെന്ന് വെച്ചാൽ ആ സംഭവം അന്ന് എന്താണ് നടന്നതെന്നുള്ള കാര്യം അവരത് തെളിയിക്കും. അതിനുള്ള കഴിവ് നമ്മുടെ പോലീസിനുണ്ട്. അവരത് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. സതീഷിന് കോടതി ജാമ്യം അനുവദിച്ചതിൽ വിഷമമുണ്ട്. പ്രതിക്കെതിരെയുള്ള തെളിവുകൾ പ്രസക്തമാണ്. സതീഷിന് പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. അവനെ മനുഷ്യൻ്റെ പട്ടിയെ കൂട്ടാൻ കൊള്ളൂ. മദ്യം മാത്രമാണ് അവൻ്റെ ഒരു ആശ്രയം. എപ്പോഴും മദ്യപിക്കുക, സുഖിക്കുക, അങ്ങനെയുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു ക്രിമിനലാണ് അവന്. അവനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അവനെ നിയമം അനുശാസിക്കുന്ന ശിക്ഷ കൊടുത്ത് ഈ സമൂഹത്തിനൊരു മാതൃകയായിരിക്കണം. ഇനിയെങ്കിലും ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ, കൊച്ചു പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള ദുരനുഭവം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇതൊക്കെ ഒരു മാതൃകയായിട്ട് തന്നെ അവനൊക്കെ ശിക്ഷ കിട്ടണം. കഴിഞ്ഞ മാസം 19-ാം തീയതിയാണ് അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷാർജ പോലീസിന്റെ അന്വേഷണത്തിൽ കുടുംബം തൃപ്തരല്ലായിരുന്നു. നാട്ടിലെത്തിച്ച് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയതിന്റെ റിപ്പോർട്ട് പുറത്തുവരാനുണ്ട്. സതീഷ് പോലീസിന്റെ അന്വേഷണ പരിധിയിൽ തന്നെയാണുള്ളത്. പ്രതിയുടെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികൾക്കായി നിയമവിദഗ്ധരോട് ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും അതുല്യയുടെ പിതാവ് പറഞ്ഞു. ജനം, കൊല്ലം.